ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 2 ഭാഗമാണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. നമ്മൾ മന്ത്ലി കറണ്ട് അഫെയർ ആണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട ബാക്കി ക്ലാസ്സുകളും ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക. ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം: ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, അതേപോലെ മുൻ പ്രതിരോധ മന്ത്രി യോയോവ് ഗാലന്റ് എന്നിവർക്ക് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചു. അപ്പോൾ യുദ്ധകുറ്റങ്ങളും വംശഹത്യകളും കൈകാര്യം ചെയ്യാൻ 2002 ICC സ്ഥാപിതമായി. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് സ്ഥാപിച്ചത് 2002 ഓർത്തിരിക്കുക. ആ ICCയുടെ ആസ്ഥാനം ഹേഗാണ്. ICCയിലെ അംഗങ്ങൾ 124 രാജ്യങ്ങളാണ്. ICCയിലെ അംഗങ്ങൾ 124, ആസ്ഥാനം ഹേഗ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രിയായിരുന്ന യോയോവ് ഗാലന്റിനുമാണ് അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ICC. അടുത്ത ചോദ്യം: 2024 നവംബറിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് HS ബേദി. 2024 നവംബറിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് HS ബേദി. ഗുജറാത്തിലെ വ്യാജ ഏറ്റുമുട്ടലുകളുടെ കേസുകൾ പരിശോധിക്കാൻ സുപ്രീം കോടതി രൂപീകരിച്ച മോണിറ്ററിംഗ് അതോറിറ്റിയുടെ ചെയർമാനായിരുന്നു ഈ HS ബേദി. അതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഗുജറാത്തിലെ വ്യാജ ഏറ്റുമുട്ടലുകളുടെ കേസുകൾ പരിശോധിക്കാൻ സുപ്രീം കോടതി രൂപീകരിച്ച മോണിറ്ററിംഗ് അതോറിറ്റിയുടെ ചെയർമാനായിരുന്നു HS ബേദി. അടുത്ത ചോദ്യം: പുനലൂരിലെ ഗവൺമെൻറ് LPGSലെ AI പവേർഡ് ഹ്യൂമനോയിഡ് ടീച്ചറാണ് നോവ. അപ്പോൾ നോവ എന്താണെന്ന് ഓർത്തിരിക്കുക. പുനലൂരിലെ ഗവൺമെൻറ് LPGSലെ AI പവേർഡ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് ഹ്യൂമനോയിഡ് ടീച്ചറാണ് നോവ. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? സോണിപ്പത്ത്, ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സോണിപ്പത്ത്, ഹരിയാനയാണ്. OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് ഉദ്ഘാടനം ചെയ്തത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും കേന്ദ്ര നിയമമന്ത്രി, സ്വതന്ത്ര ചുമതലയുള്ള നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. അർജുൻ റാം മേഘ്വാളും ഓം ബിർളയും ചേർന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം എവിടെയാണ്? സോണിപ്പത്ത്, ഹരിയാന. OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് ഉദ്ഘാടനം ചെയ്തെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം: അടുത്തിടെ UK വീശിയടിച്ച കൊടുങ്കാറ്റ് ബെർട്ട്. UK വീശിയടിച്ച കൊടുങ്കാറ്റാണ് ബെർട്ട്. അടുത്ത ചോദ്യം: കേന്ദ്ര സർക്കാർ നടത്തുന്ന എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അന്താരാഷ്ട്ര പ്രസാധകർ പ്രസിദ്ധീകരിക്കുന്ന പ്രശസ്തമായ ജേണലുകളിലേക്ക് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ പ്രവേശനം ലഭിക്കുന്നതിനായുള്ള പദ്ധതിയാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. UGCക്ക് കീഴിലുള്ള ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക്, ഇൻഫ്ലിപ്പ് നെറ്റ് എന്ന് പറയും, അത് ലൈബ്രറി നെറ്റ്വർക്ക് ഏകോപിപ്പിച്ച് ദേശീയ സബ്സ്ക്രിപ്ഷൻ വഴിയാണ് പ്രവേശനം നൽകുന്നത് കേട്ടോ. അതുകൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം: ജലക്ഷാമം, വരൾച്ച, കാട്ടുതീ എന്നിവയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇക്വഡോർ. ജലക്ഷാമം, വരൾച്ച, കാട്ടുതീ തുടങ്ങിയവയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇക്വഡോർ. അടുത്ത ചോദ്യം: അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനും ദേശീയ വിദ്യാഭ്യാസ നയം 2020 തുടർച്ചയായി അധ്യാപകരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പാണ് ടീച്ചർ ആപ്പ്. ഏതാണ്? ടീച്ചർ ആപ്പ് കേട്ടോ. അധ്യാപന രീതികൾ മെച്ചപ്പെടുത്തുന്നതിനും പഠന പരിസ്ഥിതികളെ പിന്തുണയ്ക്കുന്നതിനും ഇത് ലക്ഷ്യമിടുന്നു. ഭാരതി എയർടെൽ ഫൗണ്ടേഷനാണ് ആപ്പ് നിർമ്മിക്കുന്നത്. ഭാരതി എയർടെൽ ഫൗണ്ടേഷൻ ടീച്ചർ ആപ്പ് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം: ITI സ്ഥാപനങ്ങളിൽ വനിതാ ട്രെയിനികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്തെ ITIകളിലെ വനിതകൾക്ക് മാസത്തിൽ 2 ദിവസത്തെ ആർത്തവ അവധി പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ITI സ്ഥാപനങ്ങളിൽ വനിതാ ട്രെയിനികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. അടുത്ത ചോദ്യം: 13ാമത് നാഷണൽ സീഡ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്?
വാരണാസി. കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. 13ാമത് നാഷണൽ സീഡ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? വാരണാസി. അടുത്ത ചോദ്യം, കോമൺവെൽത്ത് രാജ്യങ്ങളുടെ പുതിയ സെക്രട്ടറി ജനറൽ. കോമൺവെൽത്ത് രാജ്യങ്ങളുടെ പുതിയ സെക്രട്ടറി ജനറലാണ് ഷെർലി അയോർക്കർ ബോഷ്വേ കേട്ടോ. ഷെർലി അയോർക്കർ ബോഷ്വേ. ഷെർലി അയോർക്കർ ബോഷ്വേ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ പുതിയ സെക്രട്ടറി ജനറൽ. അടുത്ത ചോദ്യം, ആർമി ഓഫീസർമാരുടെ പരിശീലനത്തിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഏകലവ്യ. ആർമി ഓഫീസർമാരുടെ പരിശീലനത്തിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഏകലവ്യ. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചത്. അതുകൂടി നിർത്തിയിരിക്കുക കേട്ടോ. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യം, മൈ ബിലോവ്ഡ് ലൈഫ്. ബിലോവ്ഡ് ലൈഫ് എന്ന പുസ്തകം എഴുതിയത് അമിതാവ് കുമാർ. മൈ ബിലോവ്ഡ് ലൈഫ് എന്ന പുസ്തകം എഴുതിയതാണ് അമിതാവ് കുമാറാണ്. അടുത്ത ചോദ്യം, ഉപഭോക്തൃ പരാതി പരിഹാര പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത കേന്ദ്ര സർക്കാർ പോർട്ടലാണ് ഇ ദാഖിൽ. നമുക്ക് ഉപഭോക്തൃ അവകാശങ്ങളുണ്ടല്ലേ, ആ ഉപഭോക്തൃ പരാതി പരിഹാര പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത കേന്ദ്ര സർക്കാർ പോർട്ടലാണ് ഇ ദാഖിൽ. ഉപഭോക്താക്കൾക്ക് കേസ് ഫയൽ ചെയ്യൽ, ട്രാക്കിംഗ് മാനേജ്മെൻറ്റ് എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഈ ജാഗൃതി പോർട്ടലും ഉടൻ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. 2023-24 കാലയളവിലെ കണക്കുകൾ പ്രകാരം ക്ഷീര ഉൽപ്പാദനത്തിൽ ആഗോളതലത്തിൽ ഒന്നാമതുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ പാലുൽപാദനത്തിൽ ഒന്നാമത് നിൽക്കുന്ന ആരാണ്? ഇപ്പോൾ ഇന്ത്യയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹർഡിൽ ഗ്ലോബൽ 6ാം പതിപ്പിൻ്റെ വേദി കോവളമാണ് കേട്ടോ. കോവളം. രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹർഡിൽ ഗ്ലോബൽ 6ാം പതിപ്പിൻ്റെ വേദി എവിടെയാണ്? കോവളം. കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യ ആദ്യമായി പിനാക്ക റോക്കറ്റ് സിസ്റ്റം കയറ്റുമതി ചെയ്ത രാജ്യം ഏതെന്നാണ്? അർമേനിയ. ഇന്ത്യ ആദ്യമായി പിനാക്ക റോക്കറ്റ് സിസ്റ്റം കയറ്റുമതി ചെയ്ത രാജ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, അർമേനിയ. അടുത്ത ചോദ്യം, 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമ ഉപയോഗം വിലക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യമാണ്, സോഷ്യൽ മീഡിയ ബില്ല് പാസാക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമം ഉപയോഗിക്കുന്നത് വിലക്കുന്ന ആദ്യ രാജ്യമാണ് ഓസ്ട്രേലിയ. കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങളിൽ അക്കൗണ്ട് തുടങ്ങാതിരിക്കാൻ കമ്പനികൾ നടപടിയെടുക്കണമെന്ന ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. അങ്ങനെ ഒരു വ്യവസ്ഥ അവിടെ വെച്ചിട്ടുണ്ട്. കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങളിൽ അക്കൗണ്ട് തുടങ്ങാതിരിക്കാൻ കമ്പനികൾ നടപടിയെടുക്കണമെന്ന ആവശ്യം ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇത് നടപ്പിലാക്കാൻ സാമൂഹിക മാധ്യമ കമ്പനികൾക്ക് 1 വർഷത്തോളം സമയം അനുവദിക്കും. അത് കഴിഞ്ഞ് നിരോധനം പ്രാബല്യത്തിൽ വരികയുള്ളൂ. അപ്പോൾ ഓസ്ട്രേലിയയാണ് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്ക് കൊണ്ടുവന്ന ആദ്യത്തെ രാജ്യമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024 റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 49ാം സ്ഥാനമാണ്. നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024 റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 49. വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള പോർട്ട്ലൻഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024 റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 49. 2024 സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് PD രാജൻ. 2024 തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് PD രാജൻ.